ഒന്നായ സന്തോഷത്തിൻ നാളാണിന്ന്. അന്തം വിട്ടു നോക്കാതെ അന്തസ്സൊട്ടും താഴാതെ ഒന്നിച്ചിന്ന് ചുമ്മാതൊരാഘോഷമാക്കാനായി വാ വാ അരെ വാ 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 സംഗീതമായി ഓ സല്ലാപമായി. അയ്യോ തലയിടിച്ചേ അമ്മാവ ആ പൊക്കം കുറച്ച കട്ടലൊന്നും മാറ്റി വെക്കണം ഞാൻ പറഞ്ഞതല്ലേ. കല്യാണമായിട്ട് പോലും ഒന്ന് മാറ്റി വെച്ചില്ല. തലയിടിച്ച് നല്ല വേദനയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവാം. അപ്പൊ ആദ്യ രാത്രി ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേടാ. അതല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ നമ്മുടെ തെക്കേല് ആ കരുണാകരന്റെ വീടില്ലേ, അവിടുത്തെ സുബീഷിന് കല്യാണത്തിന്റെ അന്ന് ഇതുപോലെ തലയൊന്ന് മുട്ടിയായിരുന്നു. എന്നിട്ട് മുട്ടിയപ്പോ അവന്റെ അടിവയറ്റിൽ നിന്നൊരു വേര് പെരുവരിപ്പിങ്ങനെ കയറി വന്നു. അതുപോലെ എന്തെങ്കിലും നിനക്കുണ്ടോടാ? എനിക്ക് പെരുവരിപ്പില്ല. ഒന്നുമില്ല. ഇത് തന്നെയാ സുബീഷും പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞപ്പോ പകുതി വീണ അവൻ ഡിഷ് പോവാമാവെന്ന്. അതുപോലെ അളി നമ്മുടെ ഹണിമൂൺ പോകാൻ പ്ലാൻ ചെയ്തേക്കണം. ഊട്ടിയാ ഉദ്ദേശിക്കുന്നത്. എങ്ങോട്ടാന്ന്? ഊട്ടി. എടാ, നമ്മുടെ സഹദേവനുണ്ടല്ലോ, സഹദേവന്റെ മോനും ഭാര്യയും കൂടി ഇതുപോലെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഊട്ടിക്ക് ടൂറ് പോയതാ. കാറ് കൊക്കയിലേക്ക് അങ്ങ് മറിഞ്ഞ് രണ്ടുപേരും കൂടി ഡിഷ്. അപ്പൊ ഊട്ടി വേണ്ട. ബാംഗ്ലൂർ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ ഉണ്ടല്ലോ, ചന്ദ്രൻ ചേട്ടന്റെ ഡിഷുവിന്റെ കഥയല്ലേ. അമ്മാവ് നിർത്ത്, ഞാൻ എങ്ങും പോകുന്നില്ല. ആരാടാ ഈ കട്ടിലിങ്ങനെ ഇട്ടത്? ഞാനാ. കട്ടില് തെക്ക് വടക്കായിട്ട് അനിഷ്ടം സംഭവിക്കും. കട്ടിലിടുമ്പോ കിഴക്ക് പടിഞ്ഞാറിടണം. അങ്ങനെ കാന്തിക ഫലം കിട്ടുള്ളൂ. എന്റെ ഐസക് ന്യൂട്ട ഒന്ന് പോകാമോ? അമ്മാവന്റെ അമ്മ കല്യാണം കഴിക്കാഞ്ഞ് എന്റെ ആയ കാലത്ത് നല്ലൊരു കല്യാണമൊക്കെ ഒത്തു വന്നതാ. എന്നിട്ട് കല്യാണ നിശ്ചയത്തിന്റെ അന്ന് എന്റെ അടിവയറ്റിന്നൊരു വേദന, മൂത്രത്തെ കല്ലാണെന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ആ പെണ്ണ് പറയാ മൂത്രത്തെ കല്ലുള്ള ആളെ എനിക്ക് വേണ്ടാന്ന്. ആ കല്യാണം അങ്ങനെ വയസ്സാങ്കാലം അല്ലേ, മിണ്ടിയും പറഞ്ഞിരിക്കാനും ഒരു പെണ്ണ് വേണം. എന്റെ അമ്മാവാ, ഈ വയസ്സാങ്കാലത്ത് അമ്മാവന് ആരാ പെണ്ണ് തന്നെ? തലയിൽ ഒറ്റ മുടി പോലും ഇല്ല. എടാ, ഫഹദ് ഫാസിലിന്റെ തലയിൽ മുടിന്റെ ആയിട്ടാണോ അദ്ദേഹത്തിന് കിളി പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയത്? അളിയ, നമ്മുടെ കുടുംബത്തെ ഫഹദ് ഫാസിൽ നിൽക്കുന്ന നോക്ക്. അളിയ, എവിടുന്നെങ്കിലും ഒരു കൊച്ചു നസ്രിയെ ഈ ഫഹദ് ഫാസിലിന് ഒപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കിടന്നു ചാക്കാലം ഉണ്ടാവില്ല. താങ്ക് യു അളിയ. എന്റെ ദൈവമേ, ഒരു മഴ പെയ്തു തോന്നുന്നത് പോലെ. എങ്ങനെ തുടങ്ങണം? ഇവിടെ വരുമ്പോ ഞാൻ ചക്കര വേണ്ട, കുറച്ച് പഴഞ്ചന. പൊന്നു, അത് മതി. പൊന്നുവേ, ഞാൻ പൊന്നുനെ വിളിക്കും. പൊന്നു എന്നെ എന്തോ വിളിക്കും? പഴമുള്ളി ഉത്തമ എന്ന് വിളിക്കും. സംഭവം എനിക്ക് മനസ്സിലായി നീയാണെന്ന്. നീ എന്റെ മേത്ത് കൈ വെച്ചപ്പോ ഞാൻ അവളാണെന്ന വേദന അഭിനയിച്ച് കാണിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം സൂപ്പറാ. പക്ഷെ അഭിനയം മാത്രല്ല, നിനക്ക് നിലത്ത് കിടന്ന് ഉരുളാനും അറിയാം. പിന്നെ ഈ ഭയങ്കര ടെൻഷൻ ഉണ്ടോ? എടാ, ഞാൻ ബ്യൂറോയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് നമുക്ക് ഓരോന്ന് അടിക്കാം. അയ്യോ, ഇത് വേണ്ട, അടിക്കാൻ പറ്റത്തില്ല. ടെൻഷൻ അങ്ങ് മാറും. അല്ലല്ല, ഈ ഉത്തമന്റെ ആരാണ്? അളിയ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആണല്ലോ. കുറച്ച് നാൾ തൊട്ട് സ്നേഹം ഉണ്ടല്ലോ. അതെ, ആണല്ലോ. അപ്പൊ അളിയ, ഈ ആപത്ഘട്ടത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടെ ഞാൻ എന്ത് സഹായിക്കാനാടാ? ടെൻഷനാ. ഒന്ന് കയ്യാളായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂ? കയ്യാളായിട്ട് നിൽക്കുന്നത് നിന്റെ ആദ്യരാത്രി അല്ലേ, അല്ലാണ്ട് വാർക്കയല്ലല്ലോ. അളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയൻ ഇവിടെ വെച്ച് അടിക്കണ്ടെന്ന്. ഇവിടെ വെച്ച് കഴിയും. നമ്മൾ എത്ര ഒരുമിച്ച് കഴിച്ചേക്കുന്നത്. തന്നെ കേട്ടോ. അയ്യോ, ടെൻഷൻ കൊണ്ട് എന്റെ ജീവിതത്തില്. അളിയാ, ബസ്സിലളിയാണ്ടി. എന്ത് അളിയും ബസ്സിലടി? അല്ല, അളിയൻ കഴിക്കേ. എന്റെ അളിയും ബസ്സിലെ കഴി. സതീശൻ കഴി. ഉത്തമ നിന്റെ അല്ലേ, അപ്പൊ നീ ആദ്യം കഴി. അല്ല, എന്റെ കല്യാണമാണ് കഴിഞ്ഞെങ്കിലും എന്റെ അളിയന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. ഞാൻ സമ്മതിക്കില്ല. ഉത്തമൻ ഫസ്റ്റ്. അളിയൻ ആദ്യം. നീ ആദ്യം. അളിയൻ ആദ്യം. നീ ആദ്യം. അളിയൻ ആദ്യം. നീ ആദ്യം. എനിക്ക് രണ്ടാമത് മതി. പാശ്ചാത്യ സംസ്കാരം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടോ വൃത്തികെട്ടവന്മാര്. അതിനെന്ത് പറ്റി? ഞാൻ സമ്മതിക്കില്ല. ശരി അളിയാ, ഞാൻ ആദ്യം അടിക്കാം. ഇതായിരുന്നു അമ്മ എഴുതി മാറ്റിക്കും. ഈ പാശ്ചാത്യ സംസ്കാരം കേരളത്തിന് നല്ലതാ. ഉത്തമ, ഒരു പാശ്ചാത്യ സംസ്കാരം കൊണ്ട് ഒഴുക്കി. എന്റെ വായിന്ന് സംസ്കാരം ഇല്ലാത്ത വല്ലതും കേൾക്കും. പൊക്കണം. ഉത്തമ, നീ മദ്യപിക്കോളാം. ഇല്ലമ്മാവ, ഞാൻ മദ്യപിക്കും. നീ മദ്യപിക്കോളാം. ഞാൻ മദ്യപാനിയേ അല്ലമ്മാവ. അപ്പൊ ഈ ഫുള്ള് ആരടിച്ചു തീർക്കോളാം? അവൻ ഇവനോ? ഒറ്റയ്ക്കോ? ഒറ്റക്കടിക്കും.
നിനക്കറിയോ കൃഷ്ണന്റെ മകൻ അനന്തം ഉണ്ടല്ലോ ഇതുപോലെ ഒരു ഫുള്ള് രാത്രിയിൽ ഒറ്റക്കിരുന്ന് അടിച്ചതാ. നേരം വെളുത്തപ്പോ ഉറക്കത്തിൽ നിന്ന് പുള്ളി എഴുന്നേറ്റില്ല. ഡിഷും അതെ ഈ ഡിഷും കഥ ഞാൻ കുറെ കേട്ടല്ലോ. ഞാനേ ഉറങ്ങുന്നില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ചീറ്റിപ്പോയി. കുഴപ്പമില്ല. വീട്ടിൽ പോയി അടിക്കാന്ന് ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് അടിച്ചു കേട്ടോ. പെണ്ണുമ്പോൾ വരത്തൊന്നുമില്ലല്ലോ. വരാറായി. ഞാൻ നോക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ നീ നോക്കിക്കോ, ഞാൻ അടിച്ചോളാം. അയ്യാ വരുന്നുണ്ടേ. നീ അവിടെ വിളിക്കുക, കഴിച്ചിട്ട് വിളിക്കാം. എനിക്ക് ടെൻഷനാടാ. നീ ഇരുന്നു. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ പിന്നെ പിന്നെ എന്തോന്നു? പിന്നെ അയ്യോ ഈ പിന്നല്ല. പിന്നെ പിൻകോഡോ 690503. അയ്യോ അതല്ല 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 അതല്ല. ദൈവമേ, ആദ്യം തന്നെ എന്നെ ഇഷ്ടമായോ? പിന്നെ ഇഷ്ടപ്പെടാതെ അതിന് കല്യാണം കഴിക്കുവോ? ദേഷ്യക്കാരിയല്ലേ? അയ്യോ, ഹണിമൂൺ എവിടാ ഉദ്ദേശിക്കുന്നേ? അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ വഴി, പിന്നെ ദുബായ്, പിന്നെ കായംകുളം, അതുവഴി കൂത്താട്ടുകുളം. തലക്ക് എന്റെ പേര് ഉത്തമൻ എന്നാണ്, അല്ലാതെ ലോകം മൊത്തം ചുറ്റിക്കാണാൻ കൊളംബസ് എന്നല്ല. ഭയങ്കര തമാശക്കാരനാണെന്ന്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ചേട്ടാ സത്യം പറയോ? അതല്ലേ പറയൂ. ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ? എന്തോരം. അല്ല, ഞാന് എന്തോരം പെൺപിള്ളേർ എന്റെ പിറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, അറിയൂ. രാജിയോടാ. ആരാട്ടാ രാജിന്ന് പറഞ്ഞ? രാജിന്ന് പറഞ്ഞ ആരാ? അല്ല, രാജി ആ, രാജി രാജി വെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. ഉത്തമോ, ഇത് നിന്റെ മണിയറിയാണ്, പാർട്ടി ഓഫീസല്ല. അയ്യോ, പകൽ പാസിൽ ഉറങ്ങിയിട്ടില്ല. ചേട്ടാ, അയ്യോ ഇതിനകത്ത് വെച്ചിരുന്ന ആപ്പിൾ എന്തിയേ? ഇനി ആ ഐസക് ന്യൂട്ടന്റെ തലേ വീണ് പൊട്ടിത്തെറിച്ച പോയി കാണും ആപ്പിള്. അയ്യോ, മുറിയില് പൂച്ചയുണ്ട് ചേട്ടാ, മുറിയില് പൂച്ചയുണ്ട്. അതെ അതെ, പൂച്ചച്ചാരാം. പൂച്ചച്ചാറായോ? അല്ല, പൂജാരി. ആ, അപ്പുറത്തെ പൂജാരി രാഘവന്റെ പൂച്ച. ആഹാ. ആപ്പിള് തീറ്റിയാ. ഫ്രൂട്ട്സ് തരുന്ന പൂച്ച ഞാൻ കണ്ടിട്ടേ ഇല്ല ചേട്ടാ. അങ്ങനത്തെ പൂച്ചയാ. അത് പോട്ടെ, നോക്കട്ടെ. പിന്നെ ചേട്ടാ, എന്റെ ഒരു കൂട്ടുകാരിയുണ്ടേ, ഷൈനി. ഷൈനി എന്റെ അടുത്ത് പറഞ്ഞേ, കണ്ണി കണ്ടവരെയൊക്കെ ഭർത്താവായിട്ട് കാണുന്നു. കണ്ണി കണ്ടവര്? അല്ല ചേട്ടാ, കണ്ണി കൊണ്ടവരെ. കണ്ണി കൊണ്ടവര്? അയ്യോ, കണ്ണിൽ എന്തോ ഉണ്ടല്ലോ. കണ്ണില് അല്ല, കണ്ണിൽ എന്തോ ഉണ്ട് ചേട്ടാ. അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ കണ്ണി. കണ്ണി കണ്ട ദൈവം ഭർത്താവ്. കൺകണ്ട ദൈവം. ഭർത്താവ് കൺകണ്ട ദൈവമാണെന്നല്ലേ ഷൈനി പറഞ്ഞത്? ഇതിനകത്തിരുന്ന മുന്തിരി എന്തിയേ? ഇതിനകത്തിരുന്ന മുന്തിരി എന്തിയേ? അയ്യോ, പൂച്ച. പൂച്ചേ, നീ ചെയ്യുന്നതൊന്നും ലോജിക്കില്ലാത്ത കാര്യോ, അതാദ്യം മനസ്സിലാക്കണം. എന്റെ അടുത്തേ പറയട്ടെ. നാണിക്കേണ്ട കാര്യമില്ല, പറഞ്ഞു. പറയട്ടെ. പറഞ്ഞു. അവള് പറഞ്ഞേ നമുക്ക് 2 പിള്ളേര് മതിയെന്ന്. ആര്? ഷൈനിയോ? ഷൈനി പറഞ്ഞു. അവളങ്ങ് തീരുമാനിക്കുവാണോ ബാക്കിയുള്ളൊരു കാര്യം? മതി, കുഴപ്പമില്ല, 2 ചേട്ടാ, ഇതിനകത്തിരുന്ന ഓറഞ്ച് എന്തിയേ? ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. മുന്തിരി കൊണ്ടുപോയത് പൂച്ച വിശ്വസിച്ച്, ആപ്പിൾ കൊണ്ടുപോയത് പൂച്ച വിശ്വസിച്ച്, പക്ഷെ ഒരു ഓറഞ്ചൊക്കെ തൊണ്ട് കളഞ്ഞ് തിന്നാൻ പറ്റിയ പൂച്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഞാൻ വിശ്വസിക്കാൻ ഇതോടെ അങ്ങ് വിശ്വസിച്ചാ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അതായത് മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത. അയ്യോ, ചേട്ടന് അസുഖം ഉണ്ടല്ലേ? മമ്മൂട്ടിയുടെ കൂട്ട് ചേട്ടന് അസുഖം ഉണ്ടല്ലേ? അയ്യോ, ഞാൻ വിധവയായല്ലോ, അകാലത്ത് ഞാൻ വിധവയായല്ലോ. ദൈവമേ, അയ്യോ ചേട്ടാ, എന്നോട് എന്തിനാ ചേട്ടൻ മറച്ചു വെച്ചത്? അല്ല ശ്രീകുട്ടി, അതായത്
ഇവിടെ അപ്പൂപ്പന്റെ അശരീരിയുണ്ട്. അപ്പൂപ്പന്റെ ആശാരിയും ആശാരിയല്ല, അപ്പൂപ്പന്റെ അശരീരി. എന്നുവെച്ചാ കുടുംബത്ത് എന്ത് മംഗളകാര്യം നടന്നാലും അപ്പൂപ്പന്റെ അശരീരി വന്ന് ഉപദേശിക്കും. അതല്ലേ ടച്ചിങ് ഇല്ലടാ. ടച്ചിങ് ഇല്ലേന്ന്? അല്ല, അപ്പൂപ്പൻ വെള്ളം കുടിക്കുവോ? നമ്മൾ വന്നിരുന്ന് ഇത്രയും സമയമായില്ലേ, ആ. നമ്മൾ തമ്മിൽ ഒരു ടച്ചിങ് ഇല്ലേ എന്ന് അപ്പൂപ്പൻ ചോദിച്ചതാ. പിന്നെ കേട്ടാ, അശരീരി ഇവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുഴപ്പമുണ്ടോ? അശരീരി വായിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ അശരീരി എങ്ങനെ ഒഴിവാക്കുന്നു? ഈ ഷൈനയുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണെന്നറിയോ? അവക്കാണെങ്കിൽ ബെഡ്റൂമിൽ ഒന്നും ഫസ്റ്റ് നൈറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടേ അവിടെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോയി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാന്ന്. അങ്ങനെ അവര് ബൈക്കിൽ ബീച്ചിൽ പോയി. പുലിയാണ് ഒരു ഇച്ചിരി അടിച്ചിട്ടുണ്ടായിരുന്നേ. ബൈക്കിൽ പോകുന്ന വഴിക്ക് പോലീസ് അവരെ പിടിച്ച് ജയിലിലായിരുന്നു കേട്ടോ അവരുടെ ഫസ്റ്റ് നൈറ്റ്. ജയിലിൽ പോകുന്നതിന് നമുക്ക് അതുപോലെ പുറത്ത് പോകണ്ട. നമുക്ക് ഇവിടെ ഉള്ള ഫസ്റ്റ് നൈറ്റ് മതിയോ? മതി. പിന്നെ എങ്ങനെയാ വെറൈറ്റി ആയിട്ട് ഫസ്റ്റ് നൈറ്റ്? വെറൈറ്റി നമുക്കൊരു ഗെയിം ആയാലും. അതായത് മോള് ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ടേ എന്നെ ഇങ്ങനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഗെയിം. അപ്പൊ മോള് കണ്ണ് കെട്ടാ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. 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 ഇല്ലാന്ന്. പൊക്കാനോ? പൊക്കട്ടെ. പൊക്കാനോ? ചേട്ടാ ഞാൻ കണ്ടേട്ടാ. ഞാൻ കണ്ടേട്ടാ. ചേട്ടന് തൊട്ടുപുറേ അശരീരി നിൽക്കുന്നത്. അപ്പൂപ്പൻ ചെറുപ്പമാണല്ലോ കേട്ടോ. എന്റെ അപ്പൂപ്പനെ കണ്ടോ? എനിക്ക് 5000 രൂപ തരാന്നൊക്കെ പറയുന്നത്. 5000 രൂപ? അപ്പൂപ്പൻ സൈറ്റ് എടുക്കുകയാണെങ്കിൽ ചേട്ടാ. അയ്യോ, കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ ദൈവമേ, എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലോ, എന്താണ് ഉത്തമ ഒരു ശബ്ദം കേട്ട്? അല്ല, അവളെ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ട്. ഉത്തമ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അല്ല, ഉത്തമ നീ കാട്ടിക്കൂട്ടി. അല്ല, എനിക്ക് അമ്മാവാ, ഞാൻ കണ്ടമ്മാവാ. കണ്ടത് കണ്ടു എന്റെ പൊന്നുമോള്. ഇതാരോടും പറയരുത്. നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങളുടെ തറവാട്ടുകാരെങ്ങനെ നോക്കും? എന്റെ ആണി ഭഗവതി. പോയാ ശരി. ദൈവമേ, ഞാൻ കണ്ട്. കിടക്കോ ഒന്നും കണ്ടുമില്ല, ചുമ്മാ കണ്ട്. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി. ശ്രീകുട്ടി, അമ്മാവാ, ശ്രീകുട്ടിയെ കണ്ടോ? ശ്രീകുട്ടിയെ നിന്നപ്പം കിടന്നായിരുന്നു അവിടെ. ഇവിടെ കിടന്നായിരുന്നു, കാണാനില്ല. അടുക്കളയിലല്ല, അടുക്കളയിൽ പറഞ്ഞപ്പോ എന്നെ അവൾ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. അമ്പലത്തിൽ പോലും പറഞ്ഞ കുട്ടിയെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ശ്രീകുട്ടി ഇവിടെ പോയി. എന്നാ മൊബൈൽ എടുത്തൊന്ന് വിളിച്ചു നോക്കടാ. അല്ല, ശ്രീകുട്ടി ആ മൊബൈൽ എടുത്തൊന്ന് വിളിച്ചു നോക്കുന്നില്ല. മൊബൈൽ അളിയാ, ഒരു കത്ത് എഴുതി വെച്ചാ അളിയാ. എന്ത്? സ്നേഹം നിറഞ്ഞ ഉത്തമേട്ടൻ അറിയുന്നതിന്. ചേട്ടൻ ഉറങ്ങിയ ശേഷം ഇന്നലെ രാത്രി ഞാനും അശരീരിയും വീണ്ടും കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തു. അലമാരിയിൽ ഇരിക്കുന്ന ഗോൾഡും പണവും ഞാൻ എടുക്കുന്നു. എന്നെയും അശരീരിയെയും ചേട്ടൻ അനുഗ്രഹിക്കുമല്ലോ. കട്ടില് സ്ഥാനം തെറ്റിട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും അനിഷ്ടം സംഭവിക്കുന്നു. ഇപ്പൊ എന്തായി? കാലത്ത് എഴുന്നേറ്റപ്പോ ഉത്തമന്റെ ഭാര്യ. എന്റെ അശരീരി